ആകെ അലോപ്പതിയിൽ ഫലിക്കുന്ന ചികിത്സ ജലദോഷത്തിൻ്റെ ചികിത്സ, പനിയുടെ മരുന്നുകൾ, പനി ചികിത്സ. പക്ഷെ അതും ഫലിക്കണില്ല. അത് ഗ്രേഡ് കൂടി ആൾ മരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് പക്ഷെ എന്നാലും നമ്മളൊക്കെ പനിക്ക് പാരാസിറ്റമോൾ കഴിച്ചിട്ട് പനി മാറില്ലേ. പിന്നെ വയറിളക്കത്തിൻ്റെ ചികിത്സ പെട്ടെന്ന് നിർത്തിത്തരും. ഛർദിയുടെ ചികിത്സ ഒട്ടനടി നിർത്തിത്തരും. ത്വക്ക് രോഗത്തിന് മരുന്ന് പുരട്ടിയാൽ മാറുന്നുണ്ട്. വേറെ ഏത് രോഗമാണ് ഇത്രയെങ്കിലും മാറ്റമുള്ളത്? ചുമയ്ക്ക് അല്ലെ ഛർദിക്ക് മരുന്ന് കഴിച്ചാൽ മരണത്തിനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. കാരണം ശരീരം വിഷമായതുകൊണ്ടാണ് ഛർദിച്ച് കളയാൻ നോക്കുന്നത്. എങ്ങനെയെങ്കിലും ഈ വിഷം കളഞ്ഞ് പ്രാണനെ രക്ഷിക്കാൻ കരളും കിഡ്നിയും പോവാതെ നോക്കാനാണ് ശരീരം ഛർദിപ്പിക്കുന്നത്. നല്ല ആഹാരം കഴിച്ചാൽ ഒരു ശരീരവും ഛർദിക്കില്ല. പിന്നെ യാത്ര ചെയ്യുമ്പോൾ ഛർദിക്കുന്നുണ്ടെങ്കിൽ അത് പരിഭ്രമം ദഹിപ്പിക്കാനുള്ള കോൺസെൻട്രേഷൻ നടത്താൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോഴും കാറ്റും കോളിലും പെട്ട കപ്പലിൽ നിന്ന് ചരക്കെടുത്ത് കടലിൽ കളയുന്നത് പോലെ പ്രാണനെ രക്ഷിക്കാനുള്ള നടപടിയാണ്. ഛർദിയും വയറിളക്കവും വിഷാംശങ്ങളെ കളയലാണ്. നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വരുന്നതല്ല, രോഗമല്ല. അതിന് പോയി മരുന്നെടുത്താൽ മരണം ഏത് സമയത്തും വരാം. അല്ല എങ്കിൽ നിങ്ങളുടെ കരളിൻ്റെ ദഹനശേഷി വളരെ കുറഞ്ഞു പോകും. ചിലപ്പോൾ നിങ്ങൾക്ക് കഷ്ടകാലത്തിൻ്റെ നേരത്താണെങ്കിൽ ഡയാലിസിസിലേക്കോ ലിവർ ട്രാൻസ്പ്ലാന്റേഷനിലേക്കോ പോകേണ്ടതായിട്ട് വരും. ചികിത്സകർക്ക് അത് ലാഭമാണ്. അത് ചികിത്സയുടെ ഒരു നേട്ടമാണ് അവർക്ക്. കാരണം വെറും 5000 രൂപ തീരേണ്ടിയിരുന്ന ഒരു ചികിത്സയെ അവർ 40 ലക്ഷത്തിലേക്ക് എത്തിച്ചു. 2 ചെറുപ്പക്കാർ ബൈക്കിൽ വീണതാണ് ഇടുക്കിയിൽ. 2 പേരെയും കൊണ്ടുവന്നു. ഒരാളെ കോതമംഗലത്തുള്ള ഹോസ്പിറ്റലും രണ്ടാമത്തെ ആളെ അവിടെ നിന്ന് അവർ റെഫർ ചെയ്ത് ലേക്ക് ഷോറിലേക്കും വിട്ടു. ഒരാഴ്ചയായപ്പോൾ വെന്റിലേറ്ററിൽ കയറ്റിയിരിക്കുന്ന ചേട്ടൻ രക്ഷപ്പെടില്ല, ബ്രെയിൻ ഡെത്ത് ആയിട്ടുണ്ട്. 1.5 ലക്ഷം രൂപ അവിടെ കെട്ടണം. 15 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. അന്ന് 1.5 ലക്ഷം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് അവയവങ്ങൾ ദാനം ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ കാശ് നിങ്ങൾ കെട്ടണ്ട. വീട്ടുകാർ നോക്കിയപ്പോൾ അനിയൻ്റെ ചികിത്സയ്ക്കും കാശ് വേണം, ചേട്ടനായാലും മരിക്കും, രക്ഷപ്പെടില്ല. പിന്നെ ശവം കൊണ്ടുപോയിട്ട് എന്താ കാര്യമുള്ളത്? അതുകൊണ്ട് അവയവം കൊടുക്കണമെങ്കിൽ കൊടുത്തോട്ടെ. എഴുതി ഒപ്പിട്ട് കൊടുത്തു. അവയവങ്ങളെല്ലാം ട്രാൻസ്പ്ലാന്റ് ചെയ്തു. ഒരു പരാതി, ഒരു ഊമക്കത്ത് എറണാകുളം ജില്ലാ കളക്ടർക്ക് ചെന്നു. ഈ ചെറുക്കന് മരിക്കേണ്ടതായ പരിക്കുകൾ ഉണ്ടായിരുന്നില്ല. മനഃപൂർവം മരണത്തിലേക്ക് നയിച്ച് അവയവങ്ങൾ എടുക്കാൻ വേണ്ടിയുള്ള പണിയാണ് ലേക്ക് ഷോർ ആശുപത്രി ചെയ്തത്. മംഗളം പത്രത്തിൽ മാത്രം അന്നൊരു വാർത്ത വന്നു. പോലീസ് സർജനെ കൊണ്ട് വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് ഓർഡർ ഇട്ടു. ഞാൻ മംഗളത്തിലേക്ക് വിളിച്ചപ്പോൾ അതുവരെ വളരെ സൗഹാർദ്ദമാണ്. പെട്ടെന്ന് അത് ശരിയൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെക്കുകയാണ്. ഫോൺ എടുക്കണില്ല. എന്തോ എനിക്ക് പിന്നെ അതിനെ ട്രേസ് ചെയ്യാൻ പറ്റിയില്ല. ഈ കഴിഞ്ഞ കൊല്ലമാണ് കേരളം ഞെട്ടുന്നത്. ഡോക്ടർ ഗണപതി MBBS ഡോക്ടർ, ലേക്ക് ഷോർ ആശുപത്രി, ഈ കേസിൽ മരണത്തിന് വേണ്ടി പരിക്കില്ലാതിരുന്ന ചെറുക്കന് ഇല്ലാത്ത മരണം പറഞ്ഞ് അവയവങ്ങൾ ജീവനുള്ള ശരീരത്തിൽ നിന്ന് മുറിച്ചെടുത്ത് വിറ്റ് കാശാക്കി. ഒരു മനുഷ്യ ശരീരത്തെ സ്പെയർ പാർട്സ് ആക്കിയാൽ 4 കോടി മിനിമം കിട്ടും. കോടതിയിൽ കേസ്, കോടതി അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടു. അന്വേഷണം നിർത്തില്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ നടക്കുന്നത് ഇതാണ്. ഹെൽത്ത് ഡയറക്ടറെ പത്രക്കാരൻ വിളിക്കുന്നു. ഇങ്ങനെ ഒന്ന് കേട്ടല്ലോ. അപ്പോൾ ഹെൽത്ത് ഡയറക്ടർ പറയുന്നു, ഞാനൊരു മെഡിക്കൽ ടീമിനെ ഇൻവെസ്റ്റിഗേഷൻ അയച്ചിട്ടുണ്ട്. കഴിഞ്ഞില്ലേ? മെഡിക്കൽ ടീം ആശുപത്രിയിലേക്ക് എത്തി കാറിൽ നിന്ന് ഇറങ്ങുന്നത് പൂട്ടുകുറ്റിക്കാർ, മോർച്ചറിയിലേക്ക് കയറുന്നത്, ഡെഡ് ബോഡികൾ നോക്കുന്നത്, അതിൻ്റെ അങ്ങോട്ടുള്ള ആംഗിള് ഇങ്ങോട്ടുള്ള ആംഗിള്. പിന്നെ ടിവിയിലെല്ലാം ബ്രേക്കിംഗ് ന്യൂസ്, കുടിവെള്ളപ്പനി, ജാഗ്രത പാലിക്കുക, ആരും പച്ചവെള്ളം കുടിക്കരുത്. ഹെൽത്ത് ഡയറക്ടറുടെ ഒരു ഇന്റർവ്യൂ, അയാളുടെ ഫോട്ടോ ഫ്രണ്ട് പേജിൽ. ഉത്സവം തുടങ്ങി. ജീവനക്കാർക്ക് സന്തോഷം. ഫണ്ട് പ്രത്യേകമായി അലോട്ട് ചെയ്യപ്പെട്ടു. കുടിവെള്ളപ്പനി. എന്നിട്ട് അവസാനം ലാബിലേക്ക് അയച്ചിട്ടുണ്ട്, സംശയമാണ് എന്നൊക്കെ പറഞ്ഞാൽ അവസാനം ഒരു വരി ഉണ്ടാകും. ഞാൻ വേഗം എന്ത് ചെയ്യും? ശ്രീലങ്കയിലേക്ക് പോകും. അവിടെയുണ്ട് കൈക്കൂലിക്കാർ.
അവിടെയും കൊടുക്കും 10 ലക്ഷം. പിറ്റേ ദിവസത്തെ വാർത്ത എന്താണ്? കുടിവെള്ളപ്പനി പടരുന്നു, ശ്രീലങ്കയിൽ 3 മരണം. നേരെ ബംഗ്ലാദേശിൽ പോകും, അവിടെയും കൊടുക്കും 10 ലക്ഷം. അതോടെ പിന്നത്തെ വാർത്ത ലോകമൊട്ടാകെ പകരുകയാണ്. ലോകാരോഗ്യ സംഘടന ഇടപെടുന്നു. ലോകാരോഗ്യ സംഘടനയുടെ അധ്യക്ഷൻ മച്ചുവ കിച്ചുവ പറയുന്നു, ഏഷ്യൻ രാജ്യങ്ങൾ അല്പം കൂടെ വൃത്തി പഠിക്കണം. പറഞ്ഞതാണ് ആ അഡാനോ എന്ന് പറഞ്ഞ വിഡ്ഢി. അവൻ്റെ അപ്പൂപ്പൻ ഒരു മരത്തിൽ നിന്ന് മറ്റേ മരത്തെ ചാടി നടക്കുന്ന കാലത്ത് വലിയൊരു സംസ്കാരം ഉണ്ടായിരുന്നതാണ് ഏഷ്യൻ രാജ്യങ്ങളിൽ. ഈ രാജ്യങ്ങളിലെ ജനങ്ങളെ വൃത്തി പഠിക്കണം. അല്ല, ശരിയല്ലേ? ലോകത്തെവിടെയെങ്കിലും പുരോഗമിച്ച ഒരു രാജ്യത്ത് മണ്ണ് ചുമ്മാ കുഴിച്ചിട്ട് കുളം കിണറെന്ന് പറഞ്ഞാൽ ആ വെള്ളം എടുത്ത് മനുഷ്യർ കുടിക്കുന്നുണ്ടോ? ഉണ്ടോ? അന്തസ്സുള്ള വെള്ളം ഫാക്ടറികളിലൂടെ ടെസ്റ്റ് ചെയ്ത് ശുദ്ധീകരിച്ച വെള്ളമല്ലേ മാന്യന്മാരുടെ രാജ്യങ്ങളിൽ കുടിക്കുന്നുള്ളൂ. ഏത്? ഒരു കുപ്പി പ്ലാസ്റ്റിക് കുപ്പി വെള്ളത്തിൽ 3.5 ലക്ഷത്തോളം പ്ലാസ്റ്റിക്കിന്റെ നാനോ പ്ലാസ്റ്റിക് കണികകളുണ്ട്. അത് കഴിക്കുന്നവന് കുറച്ച് നാൾ കഴിയുമ്പോൾ എന്താ സംഭവിക്കുക എന്നൊന്നും പറയാറായിട്ടില്ല. ഈ വൃത്തികെട്ട വെള്ളം, പ്ലാസ്റ്റിക് കുപ്പി വെള്ളം, ഞാൻ ഈ ചില്ലുകുപ്പിയിലെ കൊണ്ട് നടക്കുള്ളൂ. കാരണം 4 സീറ്റുണ്ട്. ട്രെയിനിൽ പോവുകയാണെങ്കിൽ ഒരു ബാഗിൽ 3-4 ചില്ലുകുപ്പിയിലെ വെള്ളം എടുത്തിട്ടാണ് ഞാൻ ട്രെയിനിൽ ദൂരയാത്രയ്ക്ക് പോവുക. ഈ പ്ലാസ്റ്റിക് വെള്ളം, ഒറ്റ കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഈ പ്ലാസ്റ്റിക് കുപ്പികൾ ബ്ലോ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ പുറത്ത് കുറേ പൊടികളുണ്ടാവും. അതൊക്കെ തട്ടുമ്പോൾ പോയിക്കോളും. അതിൻ്റെ ഉള്ളിലുണ്ടാവുമല്ലോ അതിനേക്കാളും കൂടുതൽ പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണങ്ങൾ, പൊടികൾ. ഇതൊക്കെ കഴുകിയിട്ടാണോ വെള്ളം നടക്കണേ? നടക്കുമോ? അത് മുഴുവൻ നിങ്ങൾ കുടിക്കണം. വിദേശത്ത് എവിടെ നിന്നും ടാപ്പിൽ നിന്ന് നേരെ കൂടി എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ക്ലോറിൻ ചേർത്ത വെള്ളം ആരോഗ്യത്തിൻ്റെ വെള്ളമാണ് എന്നാണ് നമ്മളെ പഠിപ്പിക്കും. അതുകൊണ്ട് പൈപ്പ് വെള്ളം കുടിക്കും, അതേ കുടിക്കാവൂ. ഇപ്പൊ പൈപ്പ് വെള്ളവും കുടിക്കാൻ പാടില്ല, വേറെ ഫിൽറ്റർ വെച്ച് റിവേഴ്സ് ഓസ്മോസിസ്. ആ വെള്ളം കുടിച്ചാൽ നിങ്ങളുടെ അസ്ഥിയെല്ലാം ചുള്ളിക്കമ്പ് പോലെ ഒടിച്ചെടുക്കാൻ പറ്റും. ഒരു 5-6 കൊല്ലം കുടിച്ചാൽ മതി. അതിൽ കാൽഷ്യം ഇല്ല, മഗ്നീഷ്യം ഇല്ല. ആ വെള്ളമൊന്നും കുടിക്കുക. അത് ലിക്വിഡ് പ്ലാസ്റ്റിക് പോലൊരു സാധനമാണ്. ഈ ക്ലോറിൻ ഇട്ട വെള്ളം അലൂമിനിയം പാത്രത്തിൽ എടുത്തു വെച്ച് തിളപ്പിക്കുന്ന ആളുകളുണ്ട്. അലൂമിനിയവും ക്ലോറിൻ വെള്ളവുമായിട്ട് പ്രതിപ്രവർത്തിച്ചാൽ എന്തായിട്ട് മാറും? അലൂമിനിയം ക്ലോറൈഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, HCl ആകും. നമ്മുടെ നാട്ടിൽ ക്യാൻസർ വ്യാപകമാകുന്നതിൽ അത്ഭുതപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല.